വീട്ടിലിങ്ങനെ അന്തം കുന്തമില്ലാതെ ഇരുന്ന് വിജൃംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളിൽ നിന്നൊരു പറച്ചിൽ പോയി വല്ലതും കഴിച്ചുകാണ്ട് വാടാന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് ഉത്തരത്താണീൻ്റെ വിട്ട്. ഉത്തരത്താണി പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇവൻ്റെ മുന്നിലും മേപ്പട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ഏത് കടയിൽ നിന്ന് ഇപ്പോൾ തിന്നും ഒരുപാട് തട്ടുകടയും കണ്ട്. ഈ ഹൈവേയും കണ്ട് വട്ടം തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് വളാഞ്ചേരിക്ക് പോണ എക്സിറ്റിൽ ഈ ഒരു തട്ടുകട കണ്ടത്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ചാടി കയറി പോയി. അവിടെ കയറി നോക്കിയപ്പോൾ കാര്യമായിട്ട് എല്ലാ ഐറ്റംസും അവിടെ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ ആക്കാതെ ഈറ്റീന്നാക്കിയിട്ട് നേരെ കയറി അവിടെ ഇരുന്ന് കയ്യും കഴിക്കിട്ട്. അപ്പം നോക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്. പിന്നെ ഹൈലൈറ്റ് എന്താ പ്രത്യേകിച്ച് പറയാത്ത വീശടിക്കുന്ന ഒരു പുതപ്പിൻ്റെ വലുപ്പമുണ്ട് ഈ അടിക്കുന്ന സാധനം. ഈ പുതപ്പിൻ്റെ സൈസുള്ള പൊറാട്ട പരത്തലും കണ്ട്. പൊറാട്ട ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി. പിന്നെ കുറേ നേരം അതവിടെ നോക്കി നിന്ന് അവൻ്റെ പൊറാട്ട ഉണ്ടാക്കലൊക്കെ കണ്ട് ബായ് പൊളി സംഭവമാണെന്നുള്ളത് മനസ്സിലായി പൊറാട്ടൻ്റെ കാര്യത്തിൽ. അതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയണ്ടേ. അപ്പം നേരെ പോയി നോക്കിയപ്പോൾ ചിക്കൻ്റെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, നല്ല ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. ഒന്നും നോക്കിയില്ല, അവിടാണ്ട് കയറി ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. അപ്പോഴാണ് ഇയാളിരുന്ന് കരയുന്നത് കാണുന്നത്. അപ്പം എന്തിനാണ് പിന്നെ പട്ടി നോക്കി എന്ന് പറഞ്ഞു കണ്ടാ കരയുന്നത്. അവന് ഓടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞമ്മതൊക്കെ വന്ന സാധനങ്ങളാണ് ചിക്കൻ ചില്ലി, കാട, ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, വെറൈറ്റി. ഒന്നും നോക്കിയില്ല, പിന്നെ ഒരൊറ്റ പിടുത്തായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. കടനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ കാണുന്ന കടയാണ് പുത്തനത്താണിയിലാണ് കട ഉള്ളത്.